രാജ്യത്തെ നടുക്കി ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണം 28ആയി. ടൂറിസ്റ്റുകൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയും. എറണാകുളം സ്വദേശി രാമചന്ദ്രനാണ് മരിച്ചത്. ലഷ്കർ ഇ ത്വയ്ബയുടെ പ്രാദേശിക വിഭാഗമായ ദി റെസിഡന്റ് ഫ്രണ്ട് എന്ന സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പഹൽഗാമിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. അമിത്ഷാ രാവിലെ ആക്രമണം നടന്ന സ്ഥലം സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കി. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണമാണ് ഇന്നലെ അർദ്ധരാത്രി സംഭവിച്ചത്. പ്രധാനമന്ത്രി സൗദിയിൽ നിന്ന് തിരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് പഹൽഗാമിൽ നിന്നും ഏറ്റവും പുതിയതായി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ? അഖില, തീർച്ചയായും രാജ്യം അക്ഷരാർത്ഥത്തിലാണ് ഇന്നലെ വൈകുന്നേരം ഞെട്ടിയത്. ആ ഞെട്ടലിൽ നിന്ന് ഇനിയും മുക്തമായിട്ടില്ല. കാരണം കേരളത്തിൽ നിന്നടക്കമുള്ള ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം കൂടിയാണ് നമ്മൾ ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു മണി വരെയും പുറത്തുവിട്ടിരുന്നത്. നമ്മുടെ MLA മാരടക്കം അവിടെ കുടുങ്ങിയിരുന്നു. അവരൊക്കെ ഇപ്പോൾ സുരക്ഷിതരാണ്. എന്നാൽ ഒരു മലയാളി കൊല്ലപ്പെട്ടു എന്നുള്ളത് വലിയ ദുഃഖകരമായ കാര്യമാണ്. പാലാരിവട്ടം സ്വദേശി രാമേന്ദ്രനാണ് അവിടെ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ചാണ് കൊലപാതകം അല്ലെങ്കിൽ തീവ്രവാദികൾ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നത്. അങ്ങനെ ഏതാണ്ട് 28ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ വിവരം. അതിൽ ഒരു 16 പേരുടെ മരണം മാത്രമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്നാൽ പോലും 28ഓളം പേർ കൊല്ലപ്പെട്ടു എന്നൊരു വിവരമാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. ഏതാണ്ട് 13ഓളം പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. നമുക്കറിയാം ഇന്നലെ എന്താണ് സംഭവിച്ചെന്നുള്ളത്. പക്ഷേ അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് വിദേശത്തേക്ക് പോയ അദ്ദേഹം പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സൗദി അറേബ്യയിലായിരുന്നു. സൗദി അറേബ്യൻ സന്ദർശനം വെട്ടിച്ചുരുക്കി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പെറുവിലേക്ക് സന്ദർശനത്തിന് പോയ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവരും വിദേശയാത്ര വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, രാജ്യത്തെ നടുക്ക് ഈ ആക്രമണം ലോകരാജ്യങ്ങൾ തന്നെ അപലപിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ ഈ ആക്രമണത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആക്രമണം രാജ്യത്തെ എത്രത്തോളം ബാധിച്ചു എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം നേരിട്ട് ശ്രീനഗറിലെത്തുന്നു. ഇന്നലെ ശ്രീനഗറിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു. ആഭ്യന്തര സുരക്ഷാ സമിതിയുടെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം പഹൽഗാമിൽ, അതായത് ഈ തീവ്രവാദികളുടെ ആക്രമണം നടന്ന ബൈസാരൻ കുന്നിലേക്കും പഹൽഗാമിലേക്കും അദ്ദേഹം എത്തും. അദ്ദേഹത്തിൻ്റെ സന്ദർശനം രാവിലെയോടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രാജ്യത്തെ വലിയ രൂപത്തിൽ നടുക്കിയത്, അക്ഷരാർത്ഥത്തിൽ ലോകത്തെ തന്നെ നടുക്കിയ ഏറ്റവും വലിയ ആക്രമണം ഇന്ത്യ ഈ അടുത്ത കാലത്ത്, സമീപകാലത്ത്, ഒരുപക്ഷെ 2019 ശേഷം കണ്ട ഏറ്റവും വലിയ ആക്രമണങ്ങളൊന്ന്, ഭീകരവാദ ആക്രമണങ്ങളൊന്ന്, തീവ്രവാദി ആക്രമണങ്ങളൊന്ന്, അതാണ് രാജ്യത്തെ നടുക്കിയിട്ടുള്ളത്. ഈ 28 പേരടക്കമുള്ള ഏതാണ്ട് 100ഓളം പേരുണ്ടായിരുന്ന ബൈസാരൻ കുന്നിൽ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ആഭ്യന്തര വിനോദസഞ്ചാരികൾ വലുതായി വരുന്ന, ഒരുപക്ഷെ കശ്മീരിൻ്റെ സ്വിറ്റ്സർലൻഡ്, ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ പേരുകെട്ട പ്രദേശമാണ് ഈ പഹൽഗാമും അതിനോട് ചേർന്നുള്ള ബൈസാരൻ കുന്നും. അവിടെയാണ് ഒളിച്ചിരുന്ന ഭീകരവാദികൾ സൈനിക വേഷത്തിലെത്തി നേർക്കുനേർ വെടിയുതിർക്കുന്നത്. പോയിന്റ് ബ്ലാങ്കിലാണ് ഈ 28 പേരെയും കൊലപ്പെടുത്തിയെന്നാണ് ദൃക്സാക്ഷികൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ ഈ വിവരങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. ഇന്നലെ ഉച്ചയോടെ നടന്ന വെടിവെപ്പ്, അതിനുശേഷം വിവരങ്ങൾ പുറത്തു വരുന്നത്, മരണസംഖ്യ പുറത്തു വരുന്നതൊക്കെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്. ആ രൂപത്തിൽ ട്രക്കിങ്ങും കാൽനടയായി മാത്രം എത്താൻ കഴിയുന്നൊരു പ്രദേശത്തേക്ക് പിന്നീട് ഹെലികോപ്റ്ററുകളും പ്രദേശവാസികളും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. അങ്ങനെ രൂപത്തിലെല്ലാം രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ ഒരു ആക്രമണമാണ് ഇന്നലെ ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് സംഭവിക്കുക. തീവ്രവാദികളെ ഇനിയും പിടികൂടിയിട്ടുള്ള. ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. ആദ്യം 3 ഭീകരവാദികൾ നേർക്കുനേർ വെടിയുതിർത്തു എന്നാണ് ആദ്യം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. പിന്നീട് 7 പേരുണ്ടായിരുന്നു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നു. എന്തായാലും അക്കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മരിച്ചവരുടെ കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകാത്തതുപോലെ തന്നെ കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകാത്തതുപോലെ തന്നെ എത്ര ഭീകരവാദികൾ ഉണ്ടായിരുന്നു, ഈ ആക്രമണത്തിൽ എത്ര പേർ പങ്കെടുത്തു എന്ന കാര്യത്തിലും ഇപ്പോഴും വ്യക്തതയില്ല. അവർക്കായി തെരച്ചിൽ തുടരുകയാണ് എന്നാണ് സൈന്യം അറിയിച്ചിട്ടുള്ളത്. സൈന്യത്തിൻ്റെ ഉത്തരമേഖലാ കമാൻഡർ ഇന്ന് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ഇപ്പോഴും പ്രദേശം സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. പ്രാദേശികമായി പോലീസിൻ്റെ കൂടി നിയന്ത്രണത്തിലാണ്. ഇന്നലെ നമ്മുടെ MLA മാരും മലയാളികളടക്കമുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞത്, ഇപ്പോൾ ശ്രീനഗർ പൂർണ്ണമായും സൈന്യത്തിൻ്റെ കയ്യിലാണ്, പേടിക്കാനൊന്നുമില്ല, സുരക്ഷിതമാണെന്നാണ്. എന്നാൽ കൂടിയും ഈ രക്ഷപ്പെട്ട ഭീകരർ, അതായത് ഈ 28 പേരെയും കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ട ഭീകരർ എവിടെയാണ് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഇനി വ്യക്തത വരേണ്ടത്. അക്കാര്യത്തിൽ സൈന്യം വലിയ രൂപത്തിൽ ഊർജിതമായ തിരച്ചിൽ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കേന്ദ്ര മന്ത്രിസഭയുടെ ഏറ്റവും അവൈലബിളായി കിട്ടുന്ന മന്ത്രിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മന്ത്രിസഭയുടെ അടിയന്തര യോഗം കൂടി ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കശ്മീരിൽ സൈന്യത്തിൻ്റെ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. പഹൽഗാമിൽ അമിത്ഷാ വിളിച്ച യോഗം ചേരുന്നുണ്ട്. ഇതെല്ലാം രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന, അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വലിയൊരു ആക്രമണം. ആ ആക്രമണത്തിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അഖില, രാജ്യത്തെ വിവിധ സംഘടനകൾ അവിടെ ബന്ദ് പ്രഖ്യാപിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്?
സംഘടനകൾ കശ്മീരുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നാഷണൽ കോൺഫറൻസും PDP അതോടൊപ്പം തന്നെ മതസംഘടനകൾ. കാരണം കശ്മീരിൻ്റെ ഒരു ആഭ്യന്തര ടൂറിസത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ ഭീകരാക്രമണം എന്നുള്ളത്. പലപ്പോഴും നമുക്കറിയാം കശ്മീരിൽ സൈന്യവും തീവ്രവാദികളും നേർക്കുനേർ ഏറ്റുമുട്ടുകയും അല്ലെങ്കിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കുകയും ഒക്കെ ചെയ്ത് പതിവുണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തവണ ഭീകരവാദികൾ ഭീകര സംഘടനകൾ അവിടുത്തെ ടൂറിസത്തെയാണ് അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെയാണ് ആക്രമിക്കുന്നത്. അതൊരു പക്ഷേ കശ്മീരിൻ്റെ ആഭ്യന്തര ടൂറിസത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ്. അവിടുത്തെ പ്രദേശവാസികളെ ബാധിക്കുന്നതാണ്. അവിടുത്തെ ഒരു സുരക്ഷയെ ബാധിക്കുന്നതാണ്. എല്ലാ അർത്ഥത്തിലും കശ്മീരിൻ്റെ എല്ലാ മേഖലയും അവിടുത്തെ ടൂറിസത്തെയും ആഭ്യന്തര സുരക്ഷയും എല്ലാ അർത്ഥ ജനജീവിതത്തെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയം എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവിടുത്തെ എല്ലാ സംഘടനകളും മതസംഘടനകളെയും രാഷ്ട്രീയ സംഘടനകളും വ്യാപാരികളും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇന്നലെ രാത്രിയിൽ അവിടെ അതേ പ്രദേശത്ത് പഹൽഗാമിലും ബൈസാരൻ കുന്നിൻ്റെ അടിവാരത്തും ഒക്കെ പ്രദേശവാസികൾ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചിരുന്നു. കാരണം ഭീകരവാദികൾ ആക്രമിക്കുന്നത് ഈ രാജ്യത്തെ എന്നുള്ളതല്ല, അവരുടെ ജീവിതത്തെ കൂടിയാണ്, അവരുടെ ജീവനെ കൂടിയാണ് എന്ന തിരിച്ചറിവിലാണ് ഇന്നിപ്പോൾ മതസംഘടനകളും വ്യാപാര സംഘടനകളും നാഷണൽ കോൺഫറൻസും PDP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നുകൊണ്ട് ജമ്മു കാശ്മീരിൽ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയം. ആ രൂപത്തിൽ തന്നെയാണ് സർക്കാരും ഇതിനെ കാണുന്നത്. കശ്മീരിൻ്റെ ആഭ്യന്തര ടൂറിസത്തെ ഇപ്പോൾ ഈ സീസൺ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ആളുകൾ ഇപ്പോൾ പോകുന്നത് അവിടെ ടൂറിസം സീസൺ ആരംഭിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം അവിടെ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്കും വിദേശ സഞ്ചാരികൾക്കും ഏറ്റവും വേഗത്തിൽ എളുപ്പത്തിൽ എത്തിപ്പോകാനും സുരക്ഷ ഉറപ്പാണ് എന്നൊരു രൂപത്തിലാണ് ആളുകൾ അവിടേക്ക് വരുന്നത്. ആ സുരക്ഷ ഉറപ്പാണ് എന്ന ബോധ്യത്തെയാണ് ഇപ്പോൾ ഭീകരവാദികളുടെ ഈ ആക്രമണം കൊണ്ട് ഇല്ലാതാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രദേശവാസികളും മതസാമുദായിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ചേർന്ന് ഈ ഭീകരാക്രമണത്തെ അപലപിക്കുന്നത്, അതിനെതിരെ പ്രതിഷേധിക്കുന്നത്. അഖില.